ഈശോയുടെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ആ സ്നേഹം ഒരു വ്യക്തി രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ജീവിതത്തെ ആ സ്നേഹം മാറ്റിമറിക്കും. അതിൻ്റെ അടയാളമാണ് വിശുദ്ധ പത്രോസിലെ ജീവിതം. ഞാനിപ്പോൾ നിൽക്കുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്, റോമിൽ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലമാണ് സെയിൻറ്റ് പീറ്റർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ സ്ഥലം. അതിന് തൊട്ട് താഴെയാണ് പത്രോസ്ലിഹായെ അടക്കിയ കബറിടം. നമ്മൾ പത്രോസ്ലിഹായുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മൾ കാണുന്നത് എന്താ? വലിയ തീക്ഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്തിലേക്കൊക്കെ അടുക്കുന്ന സമയം, കർത്താവിൻ്റെ ക്രൂശീകരണം, ഈശോ കുരിശിലേറുന്നതിന് വേണ്ടി കാൽവരിയിലേക്ക് യാത്ര തുടങ്ങുന്നതിന് മുൻപ് 3 തവണ പത്രോസ്ലിഹ ഈശോനെ തള്ളിപ്പറയുകയാണ്. 3 തവണ. അപ്പം 3 തവണ പത്രോസ്ലിഹ ഈശോനെ തള്ളിപ്പറയുകയാണ്. അതിനുശേഷം വഞ്ചിയും വലയും എടുത്തുകൊണ്ട് കർത്താവ് വിളിച്ച വിളിയിൽ നിന്നൊക്കെ പുറകോട്ട് പോയി. പക്ഷേ അവിടെ നമ്മൾ കാണുന്നൊരു ഭാഗം, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ, തള്ളിക്കളഞ്ഞിട്ട് ഉപേക്ഷിക്കാത്ത കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവ്, തനിക്ക് വേണ്ടി പ്രാതലൊരുക്കി തീ കൂട്ടി കാത്തിരിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ രുചിച്ചറിഞ്ഞ പത്രോസ് ഒരിക്കൽ കൂടി ഈശോയുടെ ആ സ്നേഹത്തിന് തന്നെ സമർപ്പിക്കുന്നു. പിന്നീട് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയുന്നു. കർത്താവിൻ്റെ സഭയെ പരിപാലിക്കുന്ന ഇടയനായിത്തീരുന്നു. 3 തവണ, ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും ഏറ്റുപറയാൻ കഴിയാതെ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ ആള് ആയിരങ്ങളെ യേശുവിന് വേണ്ടി നേടുന്ന കാഴ്ച അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നു. പിന്നീട് ധീര രക്തസാക്ഷിയായി ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ അഭിഷിക്തൻ അപ്പസ്തോലൻ രക്തസാക്ഷിയായി തീർന്നുകൊണ്ട് ഈശോനെ മഹത്വപ്പെടുത്തി. ഇവിടെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനിലൂടെ പകരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതായത് യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുമ്പോൾ ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മുടെ പർപ്പസിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുന്നത്. ആ സ്നേഹമാണ് നമുക്ക് ആന്തരിക സൗഖ്യം നൽകുന്നത്. ആ സ്നേഹമാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നൽകുന്നത്. അതിൻ്റെ അടയാളമാണ് വിശുദ്ധ പത്രോസ്ലിഹായുടെ ജീവിതം. ഇന്ന് സെയിൻറ്റ് പീറ്റർ ബസിലിക്കയിലെ റോമിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സന്ദേശം എടുക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ ഒഴുകിയിറങ്ങിയ കൃപ, കർത്താവിൻ്റെ കൃപ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ നിറയപ്പെടുമാറാകട്ടെ. പൗലോസ്ലീഹ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും എന്നിൽ നിറയപ്പെടുന്നത്. കർത്താവ് ഈ ദേവാലയത്തിൽ ആയിരക്കണക്കിന് അഭിഷിക്തർ പ്രാർത്ഥിച്ച കർത്താവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത്, റോമിൽ രക്തസാക്ഷികളുടെ ചുടുനിർത്താൻ പരിപോഷിക്കപ്പെട്ട സഭയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ വലിയ അഭിഷേകം ഓരോ ഭവനങ്ങളിലും ഓരോ മക്കളിലേക്കും ഇറങ്ങി നിൽക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.